ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 2025-26 SLC ഇംഗ്ലീഷ് ബാച്ചിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പുതിയ ബുക്കാണ്. അപ്പോൾ നമ്മൾ പുതിയ ബുക്കിനെ പരിചയപ്പെടണം. അതിനനുസരിച്ച് ഓരോ ദിവസവും വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു വർഷം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് എല്ലാം തുടങ്ങിയാലോ? അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ട്രയൽസ് ആൻഡ് ട്രയംസ് ആണ്. എക്സ്പെരിമെന്റ്സും അതുപോലെ വിജയങ്ങളും. നമ്മൾ ഓരോരോ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇതാണ് നമുക്ക് യൂണിറ്റ് 1 പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് കോട്ടോട് കൂടി തുടങ്ങാം. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹേർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി. വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. ഇത് ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിലെ ഒരു ഭാഗമാണ്. നല്ല കാര്യങ്ങൾ നമ്മൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹൃദയം കൊണ്ട് കാണണം. അതുപോലെ നമ്മളുടെ കണ്ണുകൊണ്ട് ഈ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി. വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. അപ്പോൾ എല്ലാവരും കഴിവതും ഹൃദയം കൊണ്ട് എല്ലാം കാണുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ബുക്ക് തന്നെ തുടങ്ങുന്നത് ഒരു തകർന്നടിഞ്ഞ ഒരു കെട്ടിടത്തിൻ്റെ അടുത്ത് ഒരു ആള് നിൽക്കുന്നു. ആ ആള് സമാധാനം കാംക്ഷിക്കുന്നതിനായിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾക്കൊരു സമാധാനം അതല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടേറെ ആളുകളുടെ എമ്പത്തി, അതായത് സഹായവും കൈൻഡ്നസ്സും എല്ലാം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും യുണൈറ്റഡ് ആയിട്ട് നിന്നാൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെസൺ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അത് എഴുതിയിരിക്കുന്നത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അതുപോലെ രണ്ടാമത്തേത് വന്നിട്ടുള്ളത് സർവൈവർ ടെസ്റ്റിമണിയാണ്. അതിൻ്റെ പേരാണ് ഇൻ ദ അറ്റിക്. വ്ലാഡിസ്ലോ സിൽമാൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. തേർഡ് വന്നിട്ട് ഡ്രാമാറ്റിക് സ്പീച്ച് ആണ്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ ബൈ വില്യം ഷേക്സ്പിയർ. ഇതാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾക്ക് പഠിക്കാനുള്ള 3 സബ് ചാപ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങിയാലോ? അതിനു മുൻപായിട്ട് നമുക്കൊരു കോട്ട് കാണാം. There is no sun without shadow. It is essential to know the night. ഷാഡോ ഇല്ലാത്ത, അതായത് നിഴലില്ലാത്ത ഒരു സൂര്യൻ പോലും ഇല്ല. അതായത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. അതായത് എപ്പോഴും ഡാർക്ക്നെസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊരു നല്ല കാലത്തിനും ഏതൊരു നല്ല കാര്യത്തിനും ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായിരിക്കും എന്നാണ് ആൽബർട്ട് ക്യാമു പറയുന്നത്. ദർ ഈസ് നോ സൺ വിതൗട്ട് ഷാഡോ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. അപ്പം എല്ലാവരും ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് നല്ലത് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. സണ്ണും ഷാഡോയും ഈ ഒരു കോട്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡസ് ദ നൈറ്റ് റിപ്രസെന്റ്? അതുപോലെ നൈറ്റ് എന്താണ് പ്രതിപാദിക്കുന്നത്? ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? യു മേ ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ഗ്രൂപ്പ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യുക. അതായത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, നമ്മൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ നല്ല കാര്യത്തിനും ചെയ്യുമ്പോഴും അതിനൊരു നെഗറ്റീവ് ഉണ്ട്. അതുപോലെ ഒരു നെഗറ്റീവ് കാര്യം, അതായത് ഒരു ബാഡ് കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കണം. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്താലോ?
Kindness and empathy are essential qualities in our world. These spread light and hope even in the darkest times. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. We may not always realize that even small acts of compassion can have a significant impact on many lives. അപ്പോൾ കൈൻഡ്നെസ്സും എമ്പത്തിയും ദയയും കരുണയും അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഇത് നമ്മൾക്ക് ഒരു പ്രകാശവും അതുപോലെ പ്രതീക്ഷയും നമ്മുടെ ഡാർക്കസ്റ്റ് ടൈംസ്, ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ, അതായത് പ്രോബ്ലംസ് നമുക്ക് വരുന്ന സമയങ്ങളിൽ ഇത് നമ്മൾക്കൊരു പ്രകാശം പരത്തും. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. വീക്കായിട്ടുള്ളതും വൾണറബിൾ, അതായത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ അറിയില്ലാത്ത പലരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പലരും അവരെ മാറ്റി നിർത്താറുണ്ട്. അപ്പോൾ we may not always realize that even small acts of compassion can have a significant impact on many lives. അതായത് നമ്മളുടെ ചെറിയൊരു ദയോടുള്ള പ്രവൃത്തി പാവപ്പെട്ടവരെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തെ അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ്, അത് റിസൾട്ട് ഉണ്ടാക്കും എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൈൻഡ്നെസ്സും എമ്പത്തിയും കൊണ്ടുവരണം. അതില്ലാത്തവർ അത് കഴിവതും, സിമ്പത്തി അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് എമ്പത്തിയാണ്. അപ്പോൾ നമുക്ക് ലെസൺ തുടങ്ങിയാലോ? A Very Old Man with Enormous Wings by Gabriel Garcia Marquez. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഒത്തിരി പ്രായമായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് എനോർമസ് മീൻസ് വെരി ബിഗ്, വലിയ ചിറകുള്ള ഒരു പ്രായമായ ഒരു വ്യക്തി. അപ്പം ചിറകുള്ളവരൊക്കെ ആരാണ്? നമ്മൾ ചിറകുള്ളവരൊക്കെ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് പക്ഷികളെ കുറിച്ചായിരിക്കും. അപ്പോൾ ചിറകുള്ളവർ പക്ഷികളായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് മാജിക് എലമെന്റ് കൊണ്ടുവരുന്നുണ്ട്, മാജിക്കൽ റിയാലിസം. അതായത് നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് മാറി നമ്മളൊരു ഫാൻറ്റസി വേൾഡിലേക്ക് പോകണം. അപ്പോൾ നമ്മളൊരു ചിറകുള്ള ഒരു മനുഷ്യൻ, ആരായിരിക്കും അത്? ചിറകുള്ള മനുഷ്യൻ നമ്മൾ കഥയിലൊക്കെ കേട്ടിട്ടില്ലേ? ചിറകുള്ള മനുഷ്യൻ ഒരു മാലാഖയാണ്. അപ്പോൾ ഒരു പ്രായമായ ഒരു മാലാഖയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാം. The light was weak even at noon. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. അപ്പോൾ അതൊരു വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം അല്ല, ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. അതൊരു ഉച്ച സമയമായിരുന്നു, ഭയങ്കര കുറഞ്ഞ ലൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. വെൻ പിലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അപ്പം അദ്ദേഹം അവരുടെ മുറ്റത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. എന്തോ ഒരു സാധനം ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു, അതുപോലെ ചെറിയ സൗണ്ട് ഇങ്ങനെ അത് ചെറിയ സൗണ്ട് ഉണ്ടാക്കുന്നു. റിയർ മീൻസ് ഫ്രണ്ട്, അതായത് മുന്നിൽ. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റത്തിന്റെ ഫ്രണ്ടിലായിട്ട് എന്തോ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയും ചെറിയ ഒച്ച ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷെ ശരിയായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം ആ സമയത്ത് ലൈറ്റ് വളരെയധികം കുറവായിരുന്നു. He had to go very close to see that it was an old man, a very old man. അപ്പോൾ അദ്ദേഹം വളരെയേറെ അടുത്തായിട്ട് എന്തോ ഒരു സാധനം കണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടത് അതൊരു പ്രായമേറിയ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇത് കണ്ടതാരാണ്? അപ്പൊ നമ്മൾ ഇവിടെ ഒരു പുതിയ ക്യാരക്ടറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നു. പെലായോ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ബീച്ചിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഈ സ്വന്തം മുറ്റത്തേക്ക് ഇറങ്ങി, ഉച്ചയോടടുത്തു മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് എന്തോ ഒരു സാധനം ഇങ്ങനെ ഒച്ചയിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെ തൊട്ടടുത്ത് പോയി നോക്കിയപ്പോഴാണ് കണ്ടത് അതൊരു പ്രായമായ ഒരു വ്യക്തിയാണ്. അപ്പോൾ the man was lying face down in the mud.
അപ്പോൾ അദ്ദേഹം ഈ മണ്ണിലേക്ക് മുഖം കുത്തിയാണ് കിടന്നിരുന്നത്. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. അപ്പോൾ ഈ നമ്മുടെ ഈ ആൾക്ക്, ഈ പ്രായമായ ആ വ്യക്തിക്ക് ഒത്തിരി ട്രമെൻഡസ് മീൻസ് ലാർജ് ഫോഴ്സ്, ഒരു ഭയങ്കരമായ ഇഫോർട്ട് എടുത്തിട്ടും, ഇഫോർട്ട് എന്ന് പറഞ്ഞാൽ പരിശ്രമത്തിൽ കൂടെയും ഭയങ്കരമായ പരിശ്രമം ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന്, അതായത് ഈ ഓൾഡ് മാന് സ്വന്തം ശരീരം ഉയർത്താൻ കഴിഞ്ഞില്ല. ഇംപെഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്, അതായത് ഈ അദ്ദേഹത്തിൻ്റെ ഈ എനോർമസ്, വളരെയേറെ വലുപ്പമുള്ള ആ വിങ്സ് ഇങ്ങനെ താഴേക്ക് ഡ്രൂപ്പായിട്ട് കിടക്കുകയായിരുന്നു, താഴേക്ക് വീണ് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഭാരം കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ഉയർത്താൻ കഴിഞ്ഞില്ല. Frightened by the sight, Pelayo ran to get Elisenda, his wife. She was putting compresses on their sick child. ഫ്രൈറ്റൻ, അതായത് പേടിയോടുകൂടി, ഒത്തിരി പേടിച്ചിട്ട് പെലായോ എലിസെൻ്റെയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എലിസെൻ്റെ ആരാണ്? അടുത്ത ക്യാരക്ടറാണ് കേട്ടോ. എലിസെൻ്റ അദ്ദേഹത്തിൻ്റെ വൈഫാണ്. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവർക്കൊരു മോനുണ്ട്, ആ മോന് പനിയാണ്. അപ്പോൾ പനി ആയതുകൊണ്ട് നമ്മളൊക്കെ തുണിയൊക്കെ നനച്ച് നെറ്റിയിലിടുമല്ലോ, അതാണ് ഇവിടെ കംപ്രസസ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. തുണിയൊക്കെ നനച്ച് ആ സിക്ക് ചൈൽഡ് എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ച ആ കുട്ടിക്ക് തലയിലൊക്കെ തുണി നനച്ചിടുകയായിരുന്നു. ആര്? എലിസെൻ്റ. അപ്പോൾ നമ്മളിവിടെ എത്ര ക്യാരക്ടേഴ്സാണ് പഠിച്ചത്? നമ്മൾ കണ്ടു, ആദ്യം നമ്മൾ പെലായോയെ കണ്ടു, അത് കഴിഞ്ഞ് ഈ ഓൾഡ് മാനെ കണ്ടു, പിന്നീട് നമ്മൾ കാണുന്നത് പെലായോയുടെ വൈഫ് എലിസെൻ്റെയാണ് കാണുന്നത്. എലിസെൻ്റ എന്താണ് ചെയ്യുന്നത്? എലിസെൻ്റ അവരുടെ സിക്കായിട്ടുള്ള, അതായത് അസുഖം ബാധിച്ച കുട്ടിക്ക് കംപ്രസ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. He took her to the rear of the courtyard. The both looked at the fallen body. അപ്പോൾ അദ്ദേഹം എലിസെൻ്റെയെ എങ്ങോട്ട് കൊണ്ടുപോയി? കോർട്ട്യാർഡിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി. അവർ രണ്ടുപേരും ഈ വീണ് കിടക്കുന്ന ആ ഒരു ശരീരത്തിനെ നോക്കി. The man was dressed like a rag picker. There were only few faded hairs left on his bald skull and very few teeth in his mouth. His pitiful condition seemed that of a drenched great-grandfather. This took away any sense of grandeur he might have had. His huge buzzard wings, dirty and half-plucked, were entangled in the mud. അപ്പോൾ ഈ ഒരു മനുഷ്യൻ, ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റാഗ്സ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത പ്ലാസ്റ്റിക്സ് ഒക്കെ എടുത്തു കൊണ്ടുപോയി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളെയാണ് റാഗ് പിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യനെ കണ്ടാൽ ഒരു റാഗ് പിക്കറെ പോലെ ഉണ്ടായിരുന്നു. There were only a few faded hairs left on his bald skull and very few teeth in his mouth. അതുപോലെ അദ്ദേഹത്തിന്റെ മുടിയെല്ലാം ഒത്തിരി നരച്ചതായിരുന്നു. അതുപോലെ കുറച്ച് മുടിയെ അദ്ദേഹത്തിന്റെ കഷണ്ടി ആയിട്ടുള്ള തലയിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാൾഡ് സ്കൾ എന്ന് പറയുന്നത് കഷണ്ടി തലയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അതുപോലെ പല്ലുകളും വളരെയേറെ കുറവായിരുന്നു. അതായത് നമുക്കറിയാം, പ്രായമായ ഒരു വ്യക്തിക്ക് മുടിയും വളരെയേറെ കുറവായിരിക്കും, കഷണ്ടി ഉണ്ടാവും, അതുപോലെ പല്ലുകളൊക്കെ കുറവായിരിക്കും. His pitiful condition seemed that of a drenched great grandfather. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ദയ പോലുന്ന ഒരു കണ്ടീഷനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതായത് വെള്ളത്തിൽ മുങ്ങി എണീറ്റ ഒരു ഒത്തിരി പ്രായമായ ഒരു വ്യക്തിയെ പോലെ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ പോലെ. This took away any sense of grandeur he might have had. ഈ ഒരു ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാൻഡർ, അദ്ദേഹത്തിന്റെ ബ്യൂട്ടി എത്രത്തോളം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു സെൻസ് നമ്മൾക്ക് കാണുന്നില്ല. His huge buzzard wings, dirty and half plucked, were entangled in the mud. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ ബസാർഡ് എന്ന് പറയുന്നത് ഒരു ബേഡാണ്. അതൊരു വലിയ ചിറകുള്ള ഒരു പക്ഷിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വിങ്സും അതൊക്കെ ഭയങ്കര ഡേർട്ടി, ചെളി പിടിച്ച് പകുതി ഒടിഞ്ഞതുപോലെയുള്ളത് ഈ മണ്ണിൽ എൻടാങ്കിളായിട്ട്, മണ്ണിൽ ഇങ്ങനെ കൂട്ടിക്കുഴഞ്ഞതുപോലെ കിടക്കുകയായിരുന്നു.
They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. In the end, they found him familiar. Then they dared to speak him. He answered in an incomprehensible dialect with a strong sailor's voice. അപ്പോ അവര് അദ്ദേഹത്തിന് കുറേ നേരം തൊട്ടടുത്ത് നിന്ന് നോക്കി നിന്നു. ആരൊക്കെ? പെലായയും എലിസന്റെയും. അപ്പൊ ആദ്യത്തെ ഉള്ള ആ ഒരു പേടി മാറി. അവർ ആ സർപ്രൈസ് എല്ലാം ഓവർകം ചെയ്തു കഴിഞ്ഞു. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. പിന്നീട് അവർക്ക് അദ്ദേഹം ഒരു സ്ട്രേഞ്ചർ ആയി തോന്നിയില്ല. ദെൻ ദേ ഡെയർ ടു സ്പീക്ക് ടു ഹിം. അവര് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു കണ്ടീഷനിൽ എത്തിച്ചേർന്നു. ഒരു പേടിയില്ലാതെ ആയി. He answered in an incomprehensible dialect. Incomprehensible എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത, which can't understand. Dialect എന്ന് പറയുമ്പോൾ ഭാഷ, ലാംഗ്വേജ്. അതായത് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ ഒരു സ്ട്രേഞ്ചറിന്റെ വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, ഒരു സെയിലറിന്റെ, അതായത് ഒരു മുഴക്കമുള്ള ഒരു ശബ്ദത്തോടെ അദ്ദേഹം സംസാരിച്ചു. പക്ഷെ അത് എന്താണ് സംസാരിച്ചതെന്ന് മനസ്സിലായില്ല. Next paragraph. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അവര് ഇങ്ങനെ മനസ്സിൽ കൺക്ലൂഡ് ചെയ്തു. അതായത് അവര് അനുമാനിച്ചു. കൺക്ലൂഡഡ് മീൻസ് അനുമാനിച്ചു. അതായത് ഒരു ഷിപ്പ്, അതായത് ഒരു കപ്പൽ തകർന്നപ്പോൾ, അതായത് ഒരു ഫോറിൻ കപ്പൽ തകർന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ അതിൽ നിന്ന് കാണാതായ ഒരു വ്യക്തിയായിരിക്കാം ഈ നമ്മുടെ ഓൾഡ് മാൻ എന്ന് അവര് ചിന്തിച്ചു. റെഡ് മീൻസ് അത് തകർന്നത്. Then they called in a neighbor woman to see him. അതുപോലെ അത് കഴിഞ്ഞ് അവർ എന്ത് ചെയ്തു? അവരുടെ അടുത്തുള്ള ഒരു അയൽവാസിയെ വിളിച്ച് ഈ ഓൾഡ് മാനെ കാണിച്ചു. All she needed was one look to show them their mistake. അപ്പോൾ ആദ്യമേ ആ വ്യക്തിയെ കണ്ടപ്പോൾ, ആ ഓൾഡ് മാനെ കണ്ടപ്പോൾ അവര് പറഞ്ഞു, he is an angel. She told them he must have been coming for the child, but the poor fellow is so old that the rain knocked him down. അതായത് ഇദ്ദേഹം ഒരു മാലാഖയാണ്, ഏഞ്ചലാണ് എന്ന് അയൽക്കാരി അവരോട് പറഞ്ഞു. അദ്ദേഹം വന്നത് നിങ്ങളുടെ കുട്ടിയെ സുഖപ്പെടുത്താനായിരിക്കും. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. നിങ്ങളുടെ കുട്ടിയെ കാണാനായിട്ട് വന്നതായിരിക്കും. പക്ഷേ ഈ പാവമായ ഈ മനുഷ്യൻ ഭയങ്കര പ്രായമുള്ളതായതുകൊണ്ട് മഴ കാരണം അദ്ദേഹം തളർന്നു വീണതായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു മഴയും കാറ്റും കാരണം അദ്ദേഹത്തിന് ചിറകൊടിഞ്ഞ് അദ്ദേഹം താഴെ വീണതായിരിക്കാം എന്ന് നമ്മുടെ അയൽക്കാരി പറഞ്ഞു. അപ്പൊ അടുത്ത ക്യാരക്ടർ ആണ് ദ നെയ്ബർ. അപ്പൊ ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോയാലോ. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. Pelayo watched over him all afternoon from the kitchen. Armed with his bailiff's club, before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. അപ്പോൾ ആ ഒരു ഫുൾ ഡേ എല്ലാവരും ഈ നല്ല ജീവനുള്ള ഏഞ്ചലിനെ കുറിച്ച് കേട്ടു. അതായത് നാട്ടിലുള്ള ആളുകളൊക്കെ അറിഞ്ഞു ഈ പെലായയുടെ വീട്ടിൽ ഒരു മാലാഖയെ കിട്ടിയിട്ടുണ്ട്. ആ മാലാഖ അവിടെ ക്യാപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സ്ലേവ് അല്ലെങ്കിൽ ഒരു പിടിച്ചടക്കപ്പെട്ടവൻ ആയിട്ട് പെലായയുടെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. പെലായോ ആ ഫുൾ ആഫ്റ്റർനൂണും ഉച്ച കഴിഞ്ഞതിന് ശേഷം മുഴുവൻ കിച്ചണിൽ നിന്ന് ആര് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഈ നമ്മുടെ ഓൾഡ് മാൻ, അതായത് ഈ മാലാഖയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആം വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്. ബെയിലിഫ് ക്ലബ് എന്ന് പറഞ്ഞാൽ ഈ സോൾജേഴ്സും കോർട്ടിയേഴ്സും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ക്ലബ്ബ്. അപ്പം ബെയിലിഫ് എന്ന് പറയുന്നത് ഒരു വെപ്പണാണ്. അതും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം ആരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഈ മാലാഖയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ കിച്ചൺ കൂപ്പ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? വൈകുന്നേരം, അതായത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നും ഡ്രാഗ്ഡ് മീൻസ് വലിച്ചു കൊണ്ടുപോയി, മട്ടിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിനെ ചിക്കൻ കൂപ്പ് എന്ന് പറയുന്ന കോഴിക്കൂട്,
ചിക്കൻ കൂപ്പിലേക്ക് വലിച്ചുകൊണ്ട് ഇട്ട് അവിടെ ലോക്ക് ചെയ്തിട്ട് പോന്നു. അതായത് കാരണം ഒരു പുതുതായിട്ട് കാണുന്ന ഒരു ആളാണ്, അതായത് ഒരു ഏഞ്ചലാണ്. രാത്രി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പൊ പേടിയുള്ളത് കൊണ്ട് ഈ ചിക്കൻ കൂപ്പിൽ കെട്ടിയിട്ടു. അതായത് കെട്ടിയിട്ടില്ല, കൊണ്ടിട്ടു. ഇനി അടുത്ത പാരഗ്രാഫ്. A short time afterward, the child woke up without a fever and with a desire to eat. Then they felt magnanimous. They decided to put the angel on a raft with fresh water and provision for 3 days and leave him to his fate on the high seas. A short time afterward, the child woke up with a fever and with a desire to eat. കുറച്ച് സമയത്തിന് ശേഷം, അതായത് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ പെലായയുടെ കുട്ടി എഴുന്നേറ്റു. അപ്പോൾ ആ കൊച്ചിന്റെ ഫീവർ എല്ലാം നന്നായി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. ഡിസൈർ മീൻസ് ആഗ്രഹം, ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നു. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ് എന്ന് പറയുന്നത് ജനറസ്, മഹാമനസ്കൻ. അപ്പോൾ അവർക്ക് തോന്നി ഈ മഹാമനസ്കനായ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കുട്ടിക്ക് ഈ ആരോഗ്യം വീണ്ടെടുത്തതെന്ന് അവർ വിചാരിച്ചു. മാഗ്നാനിമസ് എന്ന് പറഞ്ഞാൽ ജനറസ്, മഹാമനസ്കതയുള്ള, അതല്ലെങ്കിൽ മഹാമനസ്കനായ വ്യക്തി. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ഈ ഏഞ്ചലിനെ ഒരു റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചങ്ങാടം, കുറെ വുഡൻ ട്വിക്സ് ഒക്കെ വെച്ച് കെട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ ബോട്ടിനെയാണ് റാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാഫ്റ്റില് ഏഞ്ചലിനെ കിടത്തിയിട്ട് കുറെ പ്രൊവിഷൻസ് മീൻസ് ഫെസിലിറ്റീസ് ഫോർ 3 days 3 ദിവസത്തേക്കുള്ള ആവശ്യമായ ആഹാരവും എല്ലാം ആ ഒരു റാഫ്റ്റിൽ കരുതി അദ്ദേഹത്തിന്റെ വിധിക്ക് വിടാൻ വേണ്ടി, ഫെയ്റ്റ് മീൻസ് വിധിക്ക് വിടാൻ വേണ്ടിയിട്ട് പെലായോ തീരുമാനിച്ചു. അങ്ങനെ അവര് ഇദ്ദേഹത്തിനെ ഒരു റാഫ്റ്റില് ഈ സീയിലേക്ക് വിടുകയാണ് ഉണ്ടായത്. അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോയാലോ. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. The visitors were tossing him twigs to eat through the openings in the coop. It was as if he were a supernatural creature but a circus animal. But when they went out into the courtyard at the first light of dawn, അതായത് രാവിലെ, ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം, മോർണിംഗ്. അപ്പൊ അവര് രാവിലെ ആദ്യത്തെ ആ ഒരു ലൈറ്റ് വന്ന സമയത്ത് അവര് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവരെന്താണ് കാണുന്നത്? They found the whole neighborhood in front of the chicken coop having fun with the angel. ആ ഒരു സൊസൈറ്റിയിലുള്ള, ആ ഒരു നെയ്ബർഹുഡിലുള്ള എല്ലാവരും ആ ചിക്കൻ കൂപ്പിന്റെ, അതായത് കോഴിക്കൂടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഈ ഏഞ്ചലുമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കാണുന്നത്. The visitors were tossing him things to eat. അതായത് tossing means throwing something. എറിഞ്ഞു കൊടുക്കുകയാണ്. ഈ കാണാൻ വന്നവരെല്ലാം ഈ ഏഞ്ചലിന് എന്തൊക്കെയോ എറിഞ്ഞു കൊടുക്കുന്നു, കഴിക്കാനായിട്ട് എന്തൊക്കെയോ എറിഞ്ഞു കൊടുക്കുന്നു. ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്, അതായത് കോഴിക്കൂടിന്റെ ഫ്രണ്ടിലുള്ള ഓപ്പണിങ്സിൽ കൂടിയിട്ട് എന്തൊക്കെയോ അദ്ദേഹത്തിന് തിന്നാൻ എറിഞ്ഞു കൊടുക്കുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വർ ഇൻ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. സൂപ്പർ നാച്ചുറൽ ക്രീച്ചറിനെ പോലെയല്ല. സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ മീൻസ് ആനിമൽ. അതായത് സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ എന്ന് പറയുമ്പോൾ, സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഒരു അമാനുഷികമായ ഭയങ്കര ശക്തിയുള്ള ഒരു ക്രീച്ചറിനെ പോലെയാണ് നമ്മൾ ഏഞ്ചലിനെ കാണുന്നത്. പക്ഷേ ഇവിടെ ഈ നെയ്ബർഹുഡിലുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന് ഒരു സർക്കസ് ആനിമലിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നതാണ് ആര് കാണുന്നത്? നമ്മുടെ പെലായയും എലിസന്റെയും കാണുന്നത്. അപ്പോ ഈ സ്റ്റോറിയിൽ ഇവരെന്താണ് പ്രതീക്ഷിച്ചത്? പിറ്റത്തെ ദിവസം ഈ ഏഞ്ചൽ പോയിട്ടുണ്ടാവും, അതായത് റാഫ്റ്റിൽ സീയിലേക്ക് പറഞ്ഞു വിട്ട അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്നാണ് നമ്മുടെ എലിസന്റെയും പെലായും വിചാരിച്ചത്. പക്ഷേ അതങ്ങനെയല്ല. നാട്ടുകാരെല്ലാം രാവിലെ എണീറ്റപ്പോൾ അവരുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്റ്റോറി നമുക്ക് അടുത്ത ഒരു പാർട്ടിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് തരിക.
അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കാണുക. ഓക്കെ, താങ്ക് യു, ബൈ.